ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് രാവിലെ? ഞാൻ എൻ്റെ രാവിലെ ഇവിടെ എണീറ്റ് എൻ്റെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. അന്നേരം നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അന്നേരം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലി എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരുമല്ലോ, സ്വാഭാവികം. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വരും. അതിപ്പോൾ ആർക്കാ തെറ്റ് പറ്റാത്തതല്ലേ. അന്നേരം ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. അപ്പം ആദ്യം പോയിട്ട് ചക്ക പറിക്കണം. ചക്ക പറിച്ചിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ചിക്കൻ മേടിക്കാൻ പോകണം. ചിക്കൻ കറിയൊക്കെ വെക്കണം. അന്നേരം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോക്ക് തൊട്ട് കാണാം. അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് പല്ല് തേക്കാനെ കൊണ്ട് ഇറങ്ങി. ആ കൂട്ടത്തിൽ ചക്ക ഉണ്ടെങ്കിൽ ചക്ക ചേർത്തിടണം. എനിക്കാണെങ്കിൽ രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു ചായ നിർബന്ധമാണ്. ആ ചായ കുടിച്ചതിന് ശേഷമുള്ളൂ പിന്നെ പല്ല് തേപ്പും ബാക്കി പരിപാടിയെല്ലാം. ഒരു പക്ഷേ മിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും. കാരണം രാവിലെ നമ്മൾ എണ്ണിക്കുമ്പോൾ ചായ കുടിച്ചില്ല മൈൻഡ് ഫ്രഷ് ആവത്തില്ല, അല്ലെങ്കിൽ തലവേദനയൊക്കെ കാണും. അങ്ങനെ അല്ലാത്തവർ കാണും കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തെച്ച് ഇങ്ങനെ ചക്കയൊക്കെ നോക്കി ഇങ്ങനെ പറമ്പിൽ നടക്കുന്ന സമയത്ത് യാദൃശികമായിട്ടൊരു സംഭവം കണ്ട്. വേറൊന്നുമല്ല, കൊക്കോക്കയാണ്. അന്നേരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിലെ കൃഷിത്തോട്ടം അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് ഫലവൃക്ഷാദികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇതിനെപ്പറ്റി ഓർത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിലൂടെ ഞാൻ ആഡ് ചെയ്തേനെ. സംഭവത്തെ ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. 1-2 പഴുത്തതും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരെണ്ണം പറിക്കാനെ കൊണ്ട് ഇച്ചിരി പാടുപെട്ട് കേട്ടോ. ബാക്കി ഒരെണ്ണം ഈസി ആയിട്ട് പറിച്ചു. ഈസി രാവിലെ ഞാൻ പറഞ്ഞില്ല ചക്ക പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു. അപ്പോൾ ചക്ക പറിക്കാൻ വന്നപ്പോൾ എൻ്റെ കൊക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് കൊക്കൊക്കെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ 2 കാ കിട്ടി, പഴുത്തത് 2 കാ കിട്ടി. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടിച്ച് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇതാണ് കൊക്കൊക്ക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇതൊക്കെ തന്നെ ഈ പേര് തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചക്ക പറിക്കാൻ വേണ്ടി പോകും. ഇനി നമ്മൾ നേരെ ചക്ക പറിക്കാൻ വേണ്ടി പോകണം. നമുക്കിപ്പോൾ ചക്ക നോക്കാം. ബാ. അതുകൊണ്ട് വലിയൊരു തോട്ടിയൊക്കെ സംഘടിപ്പിച്ച് എന്നാൽ ചക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പ്ലാവിൻ്റെ മൂട്ടിലോട്ട് പോകണം. അപ്പോൾ 1-2 പ്ലാവ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിലും ചക്ക നിൽപ്പുണ്ട്. പക്ഷേ ഒരെണ്ണത്തിലാണെങ്കിൽ നമുക്ക് ഈ തോട്ടി കൊണ്ടൊന്നും പറ്റത്തില്ല, നല്ല ഹൈറ്റിലാണ്. അന്നേരം ഒരു പ്ലാവിലാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന തോട്ടിയും അതുപോലെ തന്നെ എൻ്റെ ഹൈറ്റൂടെ ചേർന്നപ്പോഴത്തേനും സംഗതി സെറ്റായി. അങ്ങനെ ഒന്നും നോക്കിയില്ല, 2 ചക്ക അറുത്തിട്ടു. അങ്ങനെ എന്തായാലും ചക്കയൊക്കെ നോക്കി ഇറങ്ങി. ചക്ക എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും പല്ല് തേപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം പഴകിഞ്ഞൂടി. ഇനി അതിന് ശേഷമേ ഉള്ളൂ ബാക്കി പരിപാടിയെല്ലാം. അങ്ങനെ തന്നെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് പഴകിഞ്ഞു കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ രാവിലത്തെ ഇനി എത്ര ഫുഡ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ്. അതിന് ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇനി ഏത് വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും എനിക്ക് പഴങ്കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എൻ്റെ വിശപ്പ് മാറത്തില്ല, ആ ഒരു തൃപ്തിയും നമുക്ക് കിട്ടത്തില്ല. അതിന് പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. കുറച്ച് പഴഞ്ചോറും ചക്കയോ ചീനിയോ ഉണ്ടെങ്കിൽ അതും, പിന്നെ വീട്ടിലൊക്കെ മാങ്ങയൊക്കെ വിളക്കിയിട്ടുണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ 4-5 കാന്താരിയും 1-2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് മോരും, അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വേറെ ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക് ആ സുഖം കിട്ടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം ഉണക്കമീനിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയണ്ട. ഞാൻ ഒരു ദിവസം നല്ല എല്ലാ ദിവസവും പഴകിനാണ് കുടിക്കാറ്. അങ്ങനെ നീണ്ട് പഴകിഞ്ഞൂടൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി. കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, കുറച്ച് ഏറെപ്പണിയുണ്ട്. അങ്ങനെ നീണ്ട് താഴോട്ട് വന്നപ്പോഴാണെങ്കിൽ ഒരു മരത്തിന് മുകളിൽ കുറച്ച് വിറക് ഇരിപ്പുണ്ട്. അത് നേരത്തെ ഒരു മരം മുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലുള്ള കമ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് തങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തോട്ടി കൊണ്ട് വലിച്ചിടണം. അപ്പോൾ അതാണ് ആദ്യത്തെ പണി. അങ്ങനെ നീണ്ട് തോട്ടി കൊണ്ട് കുറേ വിറകൊക്കെ താഴോട്ട് വലിച്ചിട്ട് അതിനുശേഷം അതെല്ലാം പറക്കി എല്ലാം ഒടിച്ച് റെഡിയാക്കണം. അതിനുശേഷം ഇത് ചുമ്മിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരണം. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല തോർച്ചയും വെട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ഇനി വിറവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം കാട് തെളിക്കാനൊക്കെ ഉണ്ട്. പറമ്പ് മൊത്തം നല്ല കാടാണ്. കാരണം മഴയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലായിരുന്നു, ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം 2 ദിവസം മുന്നേ ഞാൻ ഇട്ട വീഡിയോക്കകത്ത് നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അന്യായ കാടായിരുന്നു. അപ്പോൾ ഇനി ഈ കാടെല്ലാം ഫുള്ള് തെളിക്കണം. അതുപോലെ തന്നെ ചാഞ്ഞ് കിടക്കുന്ന കോലിഞ്ചി ഉണ്ട് കേട്ടോ. ഈ കോലിഞ്ചി എല്ലാം പിടിച്ച് കെട്ടണം. അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. നമ്മൾ ഈ കോലിഞ്ചിയൊക്കെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഓരോരോ ഏതള് ചാഞ്ഞ് പിന്നെ അത് അഴുകിപ്പോവും. അപ്പം എന്താ പറയുക, നമ്മൾ ഈ വളരുന്നതനുസരിച്ച് നമ്മൾ പിടിച്ച് കെട്ടിക്കൊണ്ടിരുന്ന കുറച്ച് വൃത്തിയുണ്ട് കാണാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ ശല്യമില്ലാതെ പോകും. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, കോലിഞ്ചി വലുതായി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു വിസ്തീർണത്തിൽ ഇത് കയറി അങ്ങ് പടരും. പിന്നെ നമുക്ക് ആ ഒരു ഏരിയയിലൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം. കാരണം ഇത് കണ്ടമാനം ഇതൊരു കാട് പോലെ അങ്ങാവും. അന്നേരം നമ്മൾ ഫുള്ള് വകഞ്ഞ് ഇതുപോലെ പിടിച്ച് കെട്ടി വിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞളാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഓരോ മഴയത്തും ഇതിങ്ങനെ എന്താ പറയുക ചാഞ്ഞാഞ്ഞു ഇങ്ങനെ ഇതിൻ്റെ തണ്ടെല്ലാം അഴുകിപ്പോവും. എന്നാലും ഒരു പരുവത്തിന് കുറച്ചൊക്കെ കാട് തെളിച്ചില്ല കേട്ടോ. ഇനി ഒരുപാടുണ്ട് തെളിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വേറെ ദിവസവും. അങ്ങനെ എന്തായാലും നമ്മളെ ചക്ക കൊണ്ട് വെച്ചുള്ളായിരുന്നു. പിന്നെ ബാക്കി എൻ്റെ പരിപാടി ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മടലെല്ലാം ചെത്തുന്നത് അമ്മയാണ്. അതൊക്കെ അമ്മയുടെ ജോലിയാണ്. അമ്മയ്ക്ക് മുഖം കാണിക്കാൻ ഒരു മടി കേട്ടോ, അതുകൊണ്ടാണ് മുഖം കാണിക്കാൻ. അമ്മയാണ് ഇനി ബാക്കി എന്താ പറയുന്നത് ഇത് മടലെല്ലാം ചെത്തി, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇതിൻ്റെ ചുളയെല്ലാം അതുപോലെ തന്നെ എല്ലാം കൊത്തി ഇടണ്ടേ, അതെല്ലാം അമ്മയുടെ പരിപാടിയാണ്. ഇതുപോലെ എല്ലാം കൊത്തി ഇടും. പിന്നെ പറക്കിയും തരും കേട്ടോ. ബാക്കി അരിച്ചിലൊക്കെ ഞാൻ തന്നെയാണ്.
ശരിക്കും പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ് ഈ ചക്കയുടെ കേട്ടോ. കാരണം ഇത് എന്താ പറയുന്നത്, ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ചവണി കളയണം, അതുപോലെ തന്നെ ഇത് അരിയണം, കുറച്ചേറെ നല്ലപോലെ സമയം എടുക്കുന്ന ഒരു ഏർപ്പാടായി ചക്കയുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ വേണ്ട അവർ ചവണിയൊക്കെ കളഞ്ഞ് എല്ലാം ചക്കയെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ കൊണ്ടുവന്നൊരു മുറത്തിലോട്ട് കുടഞ്ഞിട്ട് അതിനുശേഷം അവിടെ ഇരുന്നിട്ട് ഇനി ഫുള്ള് അരിച്ചിലാണ്. അങ്ങനെ വേണ്ട അവിടെ കുറേ സമയം ഇരുന്ന് അരിഞ്ഞു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ചക്ക ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മൾ എടുത്ത് അരിയാനെ കൊണ്ട്. എനിക്കാണെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും കൈയിറക്കി ഇട്ടിട്ട് ഞാൻ അരിയും, കുഴപ്പമൊന്നുമില്ല. കാരണം പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചിലെ ഇതൊക്കെ ചെയ്ത് തന്നെ ശീലിച്ചു തന്നെ, അതുകൊണ്ട് ഇപ്പോഴും മടിയൊന്നുമില്ല ചെയ്യാനെ കൊണ്ട്. അങ്ങനെ തന്നെ ഏകദേശം നമ്മൾ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ അരിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ താഴത്തെ ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഈ ചക്കയുടെ പരിപാടി, അതുപോലെ തന്നെ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാക്കുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. മേളത്തെ വീട്ടിൽ ചെന്ന് ചെയ്യാറില്ല. അങ്ങനെ അതുകൊണ്ട് വേവിക്കുന്നതൊക്കെ അവിടെ തന്നെ, ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം താഴെ തന്നെ. അങ്ങനെ എന്തായാലും ചക്കയെല്ലാം റെഡിയാക്കിയിട്ട് അത് എടുത്തുകൊണ്ട് മേളിൽ കൊണ്ടുപോയി. ഇനിയാണ് എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ എനിക്കിനിയും പോയി ചിക്കനൊക്കെ മേടിക്കണം. അന്നേരം തന്നെ ഇവിടെ ചക്കയൊക്കെ വേവിച്ച് കഴിയും. അങ്ങനെ എന്തായാലും ഞാൻ വന്നിട്ട് റെഡി ആയിട്ട് കുളിച്ചൊന്നുമില്ല കേട്ടോ. കുളിയൊക്കെ ഇനിയും പോയിട്ട് വന്നിട്ടൊക്കെ ഉള്ളൂ, കുളിയൊക്കെ ഉള്ളൂ. അങ്ങനെ എന്തായാലും റെഡി ആയിട്ട് ഇനി ജംഗ്ഷനിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ നീണ്ട് റെഡി ആക്കിയിട്ട് കടയിലോട്ട് പോകാനെ കൊണ്ടിറങ്ങി. അങ്ങനെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും, ചിക്കനൊന്നും കിട്ടത്തില്ല, ബാക്കി സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ 1-2 കൂട്ടം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ജംഗ്ഷനിലോട്ട് പോയി, കാരണം ചിക്കനൊക്കെ മേടിച്ചിട്ട് വരാനെ കൊണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് ജംഗ്ഷനിലോട്ട് പോകാനൊക്കെ ഉണ്ട്. അവിടെയുള്ള ചിക്കനൊക്കെ. അങ്ങനെ എന്തായാലും ഞാൻ കടയിലെത്തി, ചിക്കൻ കടയിലെത്തി. അവിടെ നിന്ന് ചിക്കനൊക്കെ എല്ലാം റെഡിയാക്കി മേടിച്ചു, തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഒരു പഴയ വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ചിക്കനൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം വൃത്തിയാക്കി നല്ലപോലെ കഴുകി കൊണ്ടുവരണം. ഇവിടെ നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് തന്നെ ടാങ്കും അതുപോലെ തന്നെ പൈപ്പും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറച്ചി അതുപോലെ തന്നെ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നേരെ ഇങ്ങോട്ടും വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ലാവിഷായിട്ട് തന്നെ കഴുകി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ വലിയതായിട്ട് വൃത്തിയിടൊന്നും ആവത്തില്ല, അതുകൊണ്ടാണ് എല്ലാം താഴോട്ട് തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ രണ്ട് ഇറച്ചിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ച് അതിനുശേഷം തന്നെ നമ്മൾ നേരത്തെ കുറച്ച് കൊക്കൊക്കെ എടുത്തില്ലായിരുന്നു കേട്ടോ. അന്നേരം തന്നെ അത് കട്ട് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു. വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു, എന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് കൊക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരിപ്പെട്ടവരൊന്നും അങ്ങനെ കഴിക്കത്തില്ല. നിങ്ങളൊക്കെ കഴിക്കുമോ ഇല്ലയോ എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ കഴിക്കും കേട്ടോ. കൊക്കൊക്കെ ഇവിടെ കണ്ടാലും ഞാൻ വിടത്തില്ല. അതിനുശേഷം തന്നെ നമ്മൾ ചിക്കൻ വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ചിക്കൻ റെഡിയാക്കുന്നത്, ഗ്യാസേലും വെക്കും, പക്ഷേ വിറകടുപ്പിൽ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നെന്തായാലും ചിക്കൻ വെക്കുന്ന വിറകടുപ്പിലാണ്. ഞാൻ പോയി ചിക്കൻ മേടിച്ച് വന്ന സമയത്തേക്കിന് അവരെ ചക്കയെല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ചിക്കൻ റെഡിയാക്കുന്നത് അമ്മയാണ്, പക്ഷേ ഇന്ന് റെഡിയാക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാൻ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് ചിക്കൻ വെക്കുന്നത്. അതിൻ്റെ റെസിപ്പിയോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ പൊടിവർഗ്ഗങ്ങളെല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് ഒരു ഗ്രേവി രൂപത്തിൽ ഞാൻ ചിക്കൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു. അതിനുശേഷം എല്ലാം കൂടെ മിക്സാക്കി, അപ്പോൾ ഇറച്ചിയിലെല്ലാം നല്ലപോലെ പിടിക്കും. അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ച് നമ്മൾ ഇറച്ചി ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളിയെല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. മിക്സി വെച്ചല്ല അരച്ചത്, നമ്മൾ അരകല്ലെ വെച്ച് തന്നെ നമ്മൾ ചതച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇറച്ചിക്കത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വാഴയില കൊണ്ട് വെച്ച് നമ്മൾ മൂടി കിട്ടുക. വാഴയില കൊണ്ട് മൂടുന്ന വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ പ്ലേറ്റ് എല്ലാം കൂടെ വെച്ച് ഇനി കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. ആ സമയത്താണെങ്കിൽ വീട്ടിൽ മൂവാണ്ടമാങ്ങ പഴുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അമ്മ പോയിട്ട് അതെല്ലാം ചെത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് കാന്താരിയൊക്കെ ഉടച്ച് കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തേക്കിന് ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വാഴയിലൊക്കെ ചുരുങ്ങി നല്ലപോലെ ഇതാക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുളിച്ചിട്ട് തന്നെയാണ് ഫുഡെല്ലാം കഴിക്കുന്നത്, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കുളിക്കുന്ന തോടൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ബൈ.